ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ചെന്നവസാനിച്ചത് കൊലപാതകത്തിൽ. 3 കുഞ്ഞുങ്ങളുടെ കൊലപാതകമാണ് അവിടെ അരങ്ങേറിയത്. തെലുങ്കാനയിലാണ് സംഭവം നടക്കുന്നത്. അടുത്തിടെയാണ് രജിത എന്ന 38-കാരിയായ അധ്യാപിക തൻ്റെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിയത്. അവിടെ വച്ചാണ് തൻ്റെ പഴയ ആൺസുഹൃത്തിനെ കാണുന്നതും ഇരുവരും സൗഹൃദം പുതുക്കുന്നതും. എന്നാൽ ഇവരുടെ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു. അങ്ങനെ കൂട്ടുകാരനോടൊപ്പം ജീവിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹം രജിതയിൽ ശക്തമായി. എന്നാൽ ഇതിന് രജിതയ്ക്ക് തടസ്സമായത് 12ഉം 10ഉം 8ഉം വയസ്സുള്ള 3 ആൺകുട്ടികളായിരുന്നു. കഴിഞ്ഞ മാർച്ച് 27-നാണ് നാടിനെ നടുക്കിയ ആ കൊലപാതകം നടക്കുന്നത്. അന്ന് രാത്രി രജിതയുടെ ഭർത്താവ് ജോലിക്ക് പോയി തിരിച്ചെത്തിയപ്പോഴാണ് തളർന്നു കിടക്കുന്ന ഭാര്യയെയും 3 മക്കളെയും കാണുന്നത്. ഉടനെ 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ചികിത്സയിലിരിക്കെ 3 കുട്ടികളും മരണപ്പെട്ടു. രജിതയ്ക്ക് കാര്യമായി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. താനും കുട്ടികളും അത്താഴ ഭക്ഷണത്തിന് തൈര് കഴിച്ചിരുന്നുവെന്നും അതിനുശേഷമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും രജിത പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനുശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നത്. എന്നാൽ ശ്വാസതടസ്സം മൂലമാണ് മരണകാരണം എന്നാണ് റിപ്പോർട്ടിൽ ഉള്ളത്. എന്നാൽ പോലീസിന്റെ സംശയം രജിതയുടെ ഭർത്താവിലേക്ക് നീണ്ടു. ഭർത്താവിനെ വിശദമായി ചോദ്യം ചെയ്തുവെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. രജിത സുഖം പ്രാപിച്ചതോടെ പോലീസ് രജിതയെ ചോദ്യം ചെയ്തു. എന്നാൽ കുറച്ചു നേരത്തിനു ശേഷം രജിത കുറ്റം സമ്മതിച്ചു. രജിതയും സുഹൃത്തും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ കുട്ടികളുണ്ടെങ്കിൽ അയാൾ സ്വീകരിക്കില്ല എന്ന കാരണത്താലാണ് കുട്ടികളെ ഇല്ലാതാക്കിയത്. രജിത കുട്ടികളെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. എന്നിട്ട് ഭക്ഷണത്തിന് മുൻപിൽ അവരെ കിടത്തി. ഭക്ഷ്യവിഷബാധ കാരണമാണ് മരണം സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. രജിതയെയും കാമുകനെയും പോലീസ് അറസ്റ്റ് ചെയ്തു.